പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു 27 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. ഈ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നറിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം തോന്നും. ഇയാളെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇയാളുടെ ഫോട്ടോസുമുണ്ട്, ആ ഒരു വാർത്തയുമുണ്ട്. ഇതാണ് ആ ഒരു ഫോട്ടോ. വാർത്ത ഇങ്ങനെയായിരുന്നു: ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ യുവാവ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ. മരണം വിവാഹത്തിനുള്ള ഒരുക്കം നടക്കുന്നതിനിടെ. ഇങ്ങനെയായിരുന്നു വാർത്ത, ഇതായിരുന്നു ഫോട്ടോസ്. ഇയാളെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നും. നമ്മുടെ നാടിത് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. ഇപ്പോൾ സ്വന്തവുമില്ല, ബന്ധവുമില്ല, പരസ്പരം സ്നേഹവുമില്ലാതായിരിക്കുന്നു. ആരോടും നമുക്ക് കടപ്പാടുമില്ല, കടമയുമില്ല. എല്ലാവരും ഇങ്ങനെ മൃഗങ്ങളെപ്പോലെ ജീവിച്ച് പോവുക. ആർക്കും ഒന്നിനെയും പേടിയുമില്ല. അങ്ങനെ ഒരു ജീവിതം. ചിന്തിക്കാനുള്ള ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും. മനുഷ്യത്വം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ. ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് ഒരു പെണ്ണ് കാരണമാണ്. അങ്ങനെയാണ് ഈ വാർത്തയിൽ കാണുന്നത്. വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഗൾഫിൽ നിന്നും 2 മാസം മുമ്പ് നാട്ടിലെത്തിയ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വലിയ പറമ്പ് മാവില കടപ്പുറം ഒരിയര KC ഹൗസിലെ KC അബ്ദുൽ ഖാദറിൻ്റെ മകൻ P മുഹമ്മദ് നവാസാണ് മരണപ്പെട്ടത്. 27 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ജീവനൊടുക്കിയ നിലയിൽ കാണുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സംഭവം കണ്ട ഉടൻ തന്നെ ആ കുരുക്ക് വീട്ടുകാർ അറുത്തു മാറ്റി. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് വല്ലാത്ത സങ്കടം തോന്നുക. ചന്ദേര പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം കാസർഗോഡ് ജില്ലാ ആശുപത്രി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പോലീസ് അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തു. ഇതെങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുമുണ്ട്. ഈ യുവാവിന് വേണ്ടി വീട്ടുകാരൊക്കെ ചേർന്ന് ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഈ ഉറപ്പിച്ച പെണ്ണുമായി ഇവൻ പലപ്പോഴും ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു. അതിപ്പോൾ സാധാരണ എല്ലാവരും എൻഗേജ്മെൻറ്റ്, നിക്കാഹ് ഇതൊക്കെ കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പേ എല്ലാവരും ഇതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഫോണിലൂടെ സംസാരിക്കും. ചിലപ്പോൾ 1 വർഷം വരെ അവർ ഫോണിലൂടെ സംസാരിക്കും. അവസാനം ഈ ബന്ധം ഒഴിഞ്ഞു മാറുന്ന എത്രയോ കല്യാണാലോചനകൾ നമ്മൾ കണ്ടതാണ്. എന്നുവെച്ചാൽ കല്യാണം നടക്കാൻ മുന്നേ ഒരു എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചിലപ്പോൾ 1 വർഷത്തേക്കൊക്കെ നീട്ടും. ഒരു മോതിരം കൈമാറി അവരങ്ങ് എൻഗേജ് ആവുകയാണ്. ഉറപ്പിച്ചു വെക്കൽ. ഈ ഉറപ്പിച്ചു വെച്ചതോടുകൂടി ഇവരുടെ വിചാരം എന്താണ്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന്. പിന്നെ അവർക്ക് ലൈസൻസ് കിട്ടിയതുപോലെയാണ്. പല സ്ഥലത്ത് കറങ്ങലും പിടിക്കലും പിന്നെ എന്തൊക്കെയാണ്. കല്യാണം കഴിഞ്ഞതുപോലെ തന്നെ, നിക്കാഹ് കഴിഞ്ഞതുപോലെ തന്നെയാണ് പിന്നെ അവരുടെ ജീവിതം. അങ്ങനെ 1 വർഷമായി കല്യാണത്തിന്റെ തൊട്ട് തലേന്ന് പറയും എനിക്ക് വേറെ ഒരാളെയാണ് ഇഷ്ടമെന്ന്. ഇതിപ്പോൾ അതുപോലെയാണ് ഇതിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ സാധാരണ നടന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു വരുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അതിശയമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ആ പാവം ചങ്ങായിൻ്റെ ജീവിതം വെച്ചുകൊണ്ടായിരുന്നല്ലോ കളിച്ചത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അങ്ങനെ ഇവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് ഈ ചെറുക്കൻ അറിയുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന്. അങ്ങനെ ഇത് അറിഞ്ഞതോടെ പിന്നെ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അറിഞ്ഞ ഉടനെ അവൻ മാനസികമായി തളർന്നുപോയി. സ്വാഭാവികമായും ആരായാലും അങ്ങ് തളർന്നു പോകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുക? ചങ്ങായി മാനസികമായി തളർന്നു. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം തകർന്നു പോകുന്ന ഒരു വിഷയമാണത്. വിശ്വാസവഞ്ചന എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സഹിക്കാനും താങ്ങാനും പറ്റില്ല. നമ്മളൊരാളെ വിശ്വസിച്ച് അവർ നമ്മളെ വഞ്ചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാകും. ശരിക്കും മാനസിക നില തെറ്റിപ്പോകും. അതുമാത്രമല്ല, സങ്കടപ്പെടുത്തുന്ന വേറൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ചങ്ങായി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വിവാഹമുറപ്പിച്ച പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞു അത്രേ, ഞാൻ പോവുകയാണ് എന്ന്.
അങ്ങനെ പറഞ്ഞതായി പോലീസ് പറയുന്നു. പോലീസിന് അന്വേഷണത്തിൽ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ പെൺകുട്ടിയാണ് വീട്ടുകാരെ വിവരം അറിയിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച്, ഈ ഫോൺ ചെയ്ത സംഭവത്തെക്കുറിച്ച്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. മാതാവ് സുബൈദ, സഹോദരങ്ങൾ ഷർഫ, കമറുന്നിസ എന്നിവരൊക്കെയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. എൻ്റെ പൊന്നുപോലത്തെ മക്കളെ, നിങ്ങളൊന്നും ഇതുപോലെ ചെയ്തു കളയല്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. ഒരു മനുഷ്യന്റെ ജീവനാണ് ഇവിടെ നഷ്ടമായത്. അവളെ അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനോട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയം എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാകും, എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ടല്ലേ പോകാൻ പറ്റൂ. പടച്ച റബ്ബ് കാക്കട്ടെ, പടച്ച റബ്ബ് പുറത്തു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി അറിയണം. അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ട് വേണം അവരെ ഒരു ജീവിതത്തിലേക്ക് പറഞ്ഞേക്കേണ്ടത്. അവർ തെറ്റിലേക്കാണ് പോകുന്നത് എങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിച്ച് അവരുടെ സമ്മതത്തോടു കൂടി വിവാഹമെന്ന ആ മഹത്തായ കർമ്മത്തിലേക്ക് ഈ മക്കളെ നിങ്ങൾ ഒരുക്കാൻ പാടുള്ളൂ. നമ്മൾ മാതാപിതാക്കൾ അവരുടെ ഒരു ഫ്രണ്ട്സായി അവരുടെ കൂടെ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ അവരുടെ ചുറ്റുപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് പെരുമാറുന്നതായിരിക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ നല്ലത്. അവരോട് ഒരു സുഹൃത്തുക്കളെ പോലെ പെരുമാറി അവരുടെ തെറ്റുകൾ തിരുത്തുകയും അവരെ നേരായ വഴികളിലേക്ക് നയിക്കാനും നമുക്ക് പറ്റും. ഒരു സുഹൃത്തിനെ പോലെ ആകുമ്പോഴാണ് നമുക്ക് അതിനൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവർ നമ്മളോട് എല്ലാം ഒളിച്ചു വെക്കുകയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറ്റൂ. എന്നാൽ മക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാലം അങ്ങനെ ആയിപ്പോയി. ആ കാലത്തിനനുസരിച്ച് ഐഡിയ പൂർവ്വം നമ്മൾ നീങ്ങിയില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരും. ആർക്കും ആരോടും സ്നേഹവും ബഹുമാനവും ആദരവുമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു ചെല്ലുന്നത്. അപ്പോൾ പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ, നല്ല സ്വാലിഹങ്ങളായ മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ. ആ മരണപ്പെട്ട യുവാവിൻ്റെ ഖബർ പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ, ആ ഖബർ മണിയറാക്കി കൊടുക്കട്ടെ പടച്ച റബ്ബ്. പാപം മോനായിരിക്കും റബ്ബേ, സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റബ്ബേ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. പടച്ച റബ്ബേ നീ പുറത്തു കൊടുക്കണ റബ്ബേ, ഹറാമാണ് പാപമാണെന്നറിയാം റബ്ബേ. ആ മകന് സഹിക്കാനുള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ടാണ് റബ്ബേ ഇതുപോലെ ചെയ്യേണ്ടി വന്നത്. പടച്ച റബ്ബേ നീ പുറത്തു കൊടുക്കണ റബ്ബേ, ആ മോന് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊടുക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ, തട്ടിക്കളയല്ലേ റബ്ബേ. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അപ്പോൾ ആ ബന്ധുക്കളുടെ, ആ കുടുംബക്കാരുടെ, മാതാപിതാക്കളുടെ വിഷമം എത്രമാത്രം ഉണ്ടാകും റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബേ, സഹനശക്തി കൊടുക്കണ റബ്ബേ. റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ സഹനശക്തിയും ക്ഷമയും നീ കൊടുക്കണ റബ്ബേ. നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബേ. നല്ല മക്കളാക്കി തരണ റബ്ബേ, നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തരണ റബ്ബേ. നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണ റബ്ബേ, ഈമാൻ നിലനിർത്തി തരണ റബ്ബേ. ഈമാൻ്റെ കുറവാണ് റബ്ബേ ഈ ദുനിയാവിൽ ഇന്ന് നമ്മളൊക്കെ കാണുന്നത് പടച്ച റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകുമാറാകണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. പടച്ച റബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അവൾ പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.